അതേപോലെ തന്നെ നമുക്കിപ്പോൾ രജോ ഗുണം നോക്കാം. രജോ ഗുണം പറയുമ്പോൾ അത്യാഗ്രഹം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ പണം, പദവി, ജോലി, ഈ വിഷയങ്ങൾക്ക് വേണ്ടി വളരെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നൊരു, അത് നേടാൻ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്ന ഒരാൾക്കാരായിരിക്കും. ആ പ്രവൃത്തി അവരിൽ ഉണ്ടാവും. അതേമാതിരി അശാന്തി, ഒരു കാര്യം കിട്ടുന്നവരേക്ക് ആ വ്യക്തിക്ക് ഒരു ചഞ്ചലത, മനസ്സെപ്പോഴും ഇങ്ങനെ ചഞ്ചലിച്ചുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ വിഷയം നേടുന്നവരെ ആൾക്ക് ഉറക്കോ ഊണൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. അതിനും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം അത് കിട്ടിയില്ലെങ്കിലോ, അത് കിട്ടാത്തതിന് കാരണമായ വ്യക്തികളോട് വിരോധങ്ങൾ, വൈരാഗ്യങ്ങൾ ഇതൊക്കെ തോന്നിപ്പിക്കും. അതേപോലെ തന്നെ സ്വാർത്ഥത, എന്ത് ചെയ്യുകയാണെങ്കിലും എനിക്കെന്ത് കിട്ടും, ഇത് ചെയ്താൽ എനിക്കെന്ത് കിട്ടും എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിയിലേക്ക്, അല്ലെങ്കിൽ ഈ സ്വഭാവ ഗുണങ്ങളുള്ളവരിൽ കൂടുതലായിട്ടും കാണും. എന്തെങ്കിലും അവർ കിട്ടിയാൽ മാത്രമേ അത് കൊടുക്കുള്ളൂ എന്ന് പറയുന്ന ഒരു വിഷയങ്ങൾ വരും. അതേമാതിരി താരതമ്യപ്പെടുത്തി നോക്കുക, എല്ലാ കാര്യങ്ങളും താരതമ്യപ്പെടുത്തും. അതേപോലെയാണ് ഇതേപോലെയാണെന്നൊക്കെ താരതമ്യപ്പെടുത്തുന്ന ഒരു സ്വഭാവങ്ങൾ ഉണ്ടാവും. അതേമാതിരി അമിത പരിശ്രമം പറഞ്ഞു കഴിഞ്ഞാൽ നേടാൻ വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കും. അത് അമിതമായി ഇതായിട്ട് അതൊരു ഡിപ്രഷനായിട്ടോ അതൊരു മാനസിക രോഗമായിട്ടൊക്കെ ഈ വ്യക്തിയിലേക്ക് ബാധിക്കുന്ന പറയാം. അതേപോലെ തീക്ഷ്ണ ഭക്ഷണം, ഈ കഠിനമായ ഉപ്പ്, പുളി അങ്ങനെയുള്ളതൊക്കെ ഉത്തേജിപ്പിക്കുന്നതായ ഭക്ഷണത്തിനോടുള്ള താല്പര്യം കുറച്ച് കൂടുതലായിട്ട് കാണും. അതേപോലെ കോപം, ഒരു കാര്യം നടന്നില്ല എങ്കിൽ കോപങ്ങൾ, എല്ലാവരോടും ആ കോപം പ്രകടിപ്പിക്കുക. അതേമാതിരി ചഞ്ചലം, മനസ്സെപ്പോഴും ഒരു ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത്രയും ഗുണങ്ങൾ രജോ ഗുണികളിൽ കാണും.